So how to find the true length? Simple ആണ്. ഇതിന്റെ കൺസെപ്റ്റിലേക്ക് നിങ്ങൾ ഇപ്പോൾ പോകണ്ട. കൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. സോ ഹൗ ടു ഫൈൻഡ് ദ ട്രൂ ലെങ്ത് അത് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഫ്രണ്ട് എ ഡാഷ് ഡാഷ് വരച്ചിട്ടുണ്ട്. സോ ഫ്രം എ ഡാഷ് ഡ്രോ എ പെർപെൻഡിക്കുലർ. From A dash draw a perpendicular. This the length of this perpendicular should be equal to the distance of top view from xy line. Okay, A dash ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഓക്കെ, ആ ലൈനിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ഓഫ് എ എന്ന് xy ലൈനിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് 20 mm. നമ്മൾ 20 mm എ ഡാഷിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എ ഡാഷ് ബി ഡാഷിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്കെയിൽ വെക്കുക, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെക്കുക, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി വരുന്ന വിധത്തിൽ തന്നെ ലൈൻ വരയ്ക്കാം. ഓക്കെ, സോ ദിസ് ഈസ് 90 ഡിഗ്രി. സിമിലർലി ഫ്രം ബി ഡാഷ് ഡ്രോ എ ലൈൻ perpendicular to A dash B dash. The length of this line should be equal to distance of top view of B from xy line. Okay, from B to xy line, this distance ഇതായിരിക്കണം നമ്മൾ ബി ഡാഷിന് പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, നൗ ഇഫ് യു ജോയിൻ ദീസ് ടു എൻഡ്സ് യു വിൽ ഗെറ്റ് ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ. സിമ്പിൾ ആണ്, ഇത് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിന് നമ്മൾ ക്യാപിറ്റൽ എ എന്ന് ഈ എൻഡിനെ ക്യാപിറ്റൽ ബി എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, എന്താണ് ചെയ്തത്? എ ഡാഷിൽ നിന്ന് എ ഡാഷ് ബി ഡാഷിന് രണ്ട് എൻഡിലും ഓരോ പെർപെൻഡിക്കുലർ വരയ്ക്കാണ് വേണ്ടത്. ഓക്കെ, ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദ ഡിസ്റ്റൻസ് ഓഫ് ടോപ്പ് വ്യൂ ഫ്രം എക്സ് വൈ ലൈൻ. ടോപ്പ് വ്യൂ ഓഫ് പോയിന്റ് എ എന്ന് എക്സ് വൈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് എ ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുക. ടോപ്പ് വ്യൂ ഓഫ് ബി എന്ന് എക്സ് വൈനിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് അത് ബി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യാം. അത് സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിമ്പിൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ സെയിം സിമ്പിൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ എടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബി ടു എക്സ് വൈ ലൈൻ ഡിസ്റ്റൻസ് സെയിം സിമ്പിൾ ഞാൻ ഇവിടെ രണ്ടും മാർക്ക് ചെയ്യുന്നത്. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഇതേ ഡിസ്റ്റൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ ടോപ്പ് വ്യൂവിലെ ട്രൂ ലെങ്ത് ലൈൻ മാർക്ക് ചെയ്യാം. എങ്ങനെ? എ ഡാഷ് എന്ന് എക്സ് വൈ ലൈനിലേക്ക് ഫ്രണ്ട് വ്യൂ ഓഫ് ദ ലൈൻ എൻഡ് പോയിന്റ്സിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് എക്സ് വൈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ടോപ്പ് വ്യൂ ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യാം. സോ ഫ്രം എ ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ, ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കണം? എ ഡാഷ് എന്ന് എക്സ് വൈ ലൈൻ. സപ്പോസ് ദിസ് ഇസ് 10 mm, അങ്ങനെയാണെങ്കിൽ ഇത് 10 mm ആയിരിക്കണം. സോ അഗൈൻ 90 ഡിഗ്രി ആയിരിക്കണം മെഷർ ചെയ്യുന്നത്. സിമിലർലി ഫ്രം ബി draw a line, draw a perpendicular whose length is equal to distance of b dash from xy line. Okay, b dash on the xy line distance ആണ് b ന്ന് perpendicular ആയിട്ട് മെഷർ ചെയ്യുന്നത്. Now joining these two ends you will get the true length. Okay, അതുപോലെ ഈ എൻഡ്സിനെ നമ്മൾ എ ബി എന്ന് ഡിനോട്ട് ചെയ്യണം. Clear right now? How to find the true length of a line in rotating plane method. Clear right now? Okay, what about others? Okay, simple അല്ലേ? Simple method അല്ലേ? Line rotate ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് ടോപ്പ് വ്യൂലെ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഫ്രണ്ട് വ്യൂല് മാർക്ക് ചെയ്യുന്നു, ഫ്രണ്ട് വ്യൂലെ ഡിസ്റ്റൻസ് എടുത്തിട്ട് ടോപ്പ് വ്യൂല് മാർക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് perpendicular, this projection should be perpendicular to the front view and top views. Okay, then ഈ മെത്തേഡിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരുന്നു. തീറ്റ മാർക്ക് ചെയ്യുന്നതിലും ഫൈ മാർക്ക് ചെയ്യുന്നതിലും. അതുപോലെ ട്രേസ് കണ്ടുപിടിക്കുന്നതിന് ഇവിടെ സെപ്പറേറ്റ് ഒരു മെത്തേഡ് തന്നെയാണ് ട്രേസ് കണ്ടുപിടിക്കാൻ. നേരത്തെ മെത്തേഡ് യൂസ് ചെയ്യാം, അതായത് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് ലൈനിൽ മീറ്റ് ചെയ്ത പോയിന്റ് ടോപ്പ് എക്സ്റ്റെൻഡ് ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വെച്ച് എച്ച് ടിയും വി ടി നമുക്ക് അതുപോലെ കണ്ടുപിടിക്കാം. ബട്ട് ഇൻ ദിസ് മെത്തേഡ് നമുക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് വേറൊരു ടൈപ്പിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ അതിന് മുമ്പ് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൽ നമ്മൾ തീറ്റ എങ്ങനെയാണ് മാർക്ക് ചെയ്തത്.
how we represented theta in rotating line method. അതാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? അല്ലാതെ തീറ്റ ആൻഡ് ഫൈ എന്ന് പറയുന്നത് അതിന്റെ മീനിങ് സെയിം തന്നെ. തീറ്റ ഇസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി, ട്രൂ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി, അതിലൊരു മാറ്റമില്ല. ആൻഡ് ഫൈ ഇസ് ദ ട്രൂ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് യു പി, അതിലും ചെയ്യുന്നില്ല. ഓക്കെ, ബട്ട് while marking theta and phi, there is some change. Okay, in rotating plane method and rotating line method, there are some difference. ഇവിടെ നോക്കുക, റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൽ നമ്മൾ തീറ്റ ആൻഡ് ഫൈ മാർക്ക് ചെയ്യുന്നത് ഓർമ്മ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു അല്ലേ? എ ഡാഷ് ബി ഡാഷ് എ ബി, എ ഡാഷ് ബി ഡാഷ് റൊട്ടേറ്റ് ചെയ്തു, B2 കിട്ടും. Join A and B2, you will get the true length line. Similarly, B rotate from the drawing line in the upward direction to meet the lotus line. Now this will be B1 dash, A dash, B1 dash will be true length line in the front view. So here theta എവിടെയായിരുന്നു അറിയുന്നത്? ട്രൂ ലെങ്ത് ലൈൻ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്കുന്ന ആംഗിൾ ആയിരുന്നു തീറ്റ അല്ലേ? ആൻഡ് ട്രൂ ലെങ്ത് ലൈൻ ഇൻ ദ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്കുന്ന ആംഗിൾ ദിസ് വാസ് ഫൈ. Okay, but in this method, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ട്രൂ ലെങ്ത് ലൈൻ, ഫ്രണ്ട് വ്യൂലെ ട്രൂ ലെങ്ത് ലൈൻ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്കുന്ന ആംഗിൾ തീറ്റയും ടോപ്പിലെ ട്രൂ ലെങ്ത് ലൈൻ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്കുന്ന ആംഗിൾ ഫൈ ആയിരുന്നു. മീനിങ് തീറ്റ ആൻഡ് ഫൈ സെയിം തന്നെ. ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി ഇസ് തീറ്റ, ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് വി പി ഇസ് ഫൈ. ഇവിടെ തീറ്റ ആൻഡ് ഫൈ മാർക്ക് ചെയ്യുന്നത് മാത്രം ശ്രദ്ധിക്കുക, മീനിങ് സെയിം തന്നെ. This will be phi and this will be theta. Okay, ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വരച്ചു വരുന്ന സമയത്ത് ഫൈ ആംഗിൾ ഇവിടെയും തീറ്റ ആംഗിൾ ഇവിടെയാണ് വരിക. അത് അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയാലും മാത്രമേ ഇതെന്താ ഇങ്ങനെ വരുന്നത് മനസ്സിലാവുള്ളൂ. പക്ഷെ ആ കൺസെപ്റ്റ് ഇപ്പോൾ പറയുന്നതല്ല, നമുക്ക് കൂടുതൽ ടൈം മതി, ടൈം കൺസ്യൂം ചെയ്യണം. ഓക്കെ, പക്ഷെ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഫൈ ആംഗിൾ മാർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ആംഗിൾ ബിറ്റ്വീൻ ദ ഫ്രണ്ട് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് ലൈൻ, അവിടെയാണ് ഫൈ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബൈ വേർഡ് തന്നെ പഠിക്കാം. ബൈ വേർഡ് തന്നെ പഠിക്കാന്നാൽ കാരണം അങ്ങനെ പറയാൻ കാരണം ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ, the position of front view and top view will be different in different quadrants. Right? Position of front view and top view will be different in different quadrants. So depending upon that, theta and phi, position of theta and phi also will be changed. Okay, so അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് ഫൈ എന്നുള്ള ആംഗിൾ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂവിനും അതിന്റെ കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് ലൈനും ഇടയ്ക്കുള്ള ആംഗിൾ ആയിട്ടാണ് ഫൈ മാർക്ക് ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് നിന്ന് പോസിറ്റീവ് ആയിട്ടാണ് ഈ ട്രൂ ലെങ്ത് കിട്ടുന്നത്. സോ ഫ്രണ്ട് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് ലൈൻ ഇടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കും ഫൈ. സിമിലർലി ടോപ്പ് വ്യൂ ആൻഡ് ദ കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് ലൈൻ ഇടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കും തീറ്റ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? പറഞ്ഞാൽ ക്ലിയർ ആയിട്ടില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കുക കേട്ടോ. ചോദിക്കുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം, ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കാം. സോ ഫൈ മാർക്ക് ചെയ്യുന്നത് ഇൻ റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ്, ഫൈ ഈസ് മാർക്ക് ബിറ്റ്വീൻ ഫ്രണ്ട് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് ലൈൻ, ആൻഡ് theta is marked between top view and corresponding true length line. Okay, now ഇത് ഈ ആംഗിൾ എങ്ങനെ നിങ്ങൾ മെഷർ ചെയ്യാം? How will you measure the angle? പ്രൊട്രാക്ടർ നിങ്ങൾ എവിടെ പ്ലേസ് ചെയ്താലും ഈ ആംഗിൾ കിട്ടുക. ഇവിടെ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇത് ഒന്നുകിൽ ഇത് ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടാവും അല്ലേ? സോ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാകുമ്പോൾ ഒരു പൊസിഷനിൽ ജോയിൻ ചെയ്യും അല്ലേ? ഈ ഒരു ജോയിനിങ് പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും അല്ലേ? ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു പോയിന്റിൽ ജോയിൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യാം, എന്നിട്ട് ആംഗിൾ മെഷർ ചെയ്യാം. ഇത്ര ആംഗിൾ വെച്ച് നോക്കാം. അല്ലെങ്കിലും ഇങ്ങനെ ചെയ്യാതെ ചെയ്യാൻ പറ്റും. വിത്തൗട്ട് എക്സ്റ്റെൻഡിങ് ദ ലൈൻസ് ക്യാൻ യു ഫൈൻഡ് ദ ഇൻക്ലിനേഷൻ ഫൈ ബിറ്റ്വീൻ എ ബി ആൻഡ് എ ഡാഷ് ബി ഡാഷ്? പറ്റുമോ? ഇല്ല, പറ്റും. നോക്കാം. എ ഡാഷ് ബി ഡാഷിന് പാരലൽ ആയിട്ട് ഞാൻ ഇവിടെ എയിലൂടെ ഒരു ലൈൻ വരക്കാം.
ഓക്കെ, എ ഡാഷ് ബി ഡാഷിന് പാരലൽ ആയിട്ടാണ് വരക്കുന്നത് കേട്ടോ. എ ഡാഷ് ബി ഡാഷിന് പാരലൽ ആയിട്ട് എയിലൂടെ ലൈൻ വരയ്ക്കും. നൗ ഈ ആംഗിളും ഈ ടോട്ടൽ ആംഗിളും സെയിം ആയിരിക്കില്ലേ? സിമിലർ ആംഗിൾ അല്ലേ വരുന്നത്. ഈ ആംഗിളും അതായത് ടോട്ടൽ ആംഗിളും സെയിം ആയിരിക്കില്ലേ? അപ്പോൾ അത് നമ്മൾ ഇവിടെ നോക്കിയാൽ മതി. നോക്കാം, ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും. ഇതിന് പാരലായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ആംഗിളും ഈ ആംഗിൾ സെയിം ആയിരിക്കില്ലേ? സെയിം ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എ ഡാഷ് ബി ഡാഷിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻ അടക്കമുള്ള ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ തന്നെ ആയിരിക്കും, ഈ ചെറിയ ആംഗിൾ തന്നെ ആയിരിക്കും. ഇത് പൈ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് വരക്കാം, അങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാം. ടോപ്പിലാണെങ്കിൽ എ ബിക്ക് പാരലായിട്ട് എയിലൂടെ ഒരു ലൈൻ വരക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ, ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ ആംഗിൾ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് പ്രൊട്രാക്ട് വെച്ച് ആംഗിൾ കണ്ടുപിടിക്കാം. Okay, so that is how you will measure theta and phi. Now ഞാൻ പറഞ്ഞു ട്രേസ് കാണുന്നതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡിൽ ട്രേസ് കാണുന്നതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ആംഗിൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ലൈനും എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാവും ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ദിസ് ഇസ് ആക്ച്വലി VT of the line. Okay. ഈ രണ്ട് ലൈനും അതായത് ഫ്രണ്ട് വ്യൂവും അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റുഡൻസ് ലൈനും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ്സ് ദ വെർട്ടിക്കൽ ട്രേസ് ഓഫ് ദ ലൈൻ. അപ്പോൾ ഹൊറിസോണ്ടൽ ട്രേസ് എന്തായിരിക്കും? ടോപ്പ് വ്യൂ അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റുഡൻസ് ലൈനും എക്സ്റ്റെൻഡ് ചെയ്താലും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഹൊറിസോണ്ടൽ ട്രേസ്. ഇവിടെ ചെയ്യാം, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ആൻഡ് സ്റ്റുഡൻസ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ മീറ്റിംഗ് പോയിന്റ്, ദിസ് വിൽ ബി HP. Okay, so in rotating plane method, to find VT, extend front view and the corresponding student line. The meeting point will represent vertical trace of the line. Okay. Okay, so vertical trace front view അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റുഡന്റ് ലൈനും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് VT. സോ ഇതും ബൈ വേർഡ്സ് തന്നെ പഠിക്കണം കേട്ടോ. ഫിഗർ കണ്ടിട്ട് VT പിന്നെ മുകളിലത്തെ രണ്ട് ലൈൻ സെക്ഷൻ ചെയ്താൽ VT കിട്ടും, താഴത്തെ രണ്ട് ലൈൻ സെക്ഷൻ ചെയ്താൽ FT കിട്ടും. അങ്ങനെ പഠിക്കാൻ പാടില്ല. ഓക്കെ, കാരണം എന്താണ്, ഇതിപ്പോ ഫസ്റ്റ് കോണിലുള്ളത്. തേർഡ് കോണിലാണെങ്കിൽ എ ഡാഷ് ബി ഡാഷ് താഴെയും എ ബി മുകളിലും ഉണ്ടാവുക അല്ലേ? നിങ്ങൾ വരച്ചതല്ലേ? എ ഡാഷ് ബി ഡാഷ് ബിലോ എക്സ് ലൈനും എ ബി എബോ എക്സ് ലൈനും വരാം. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇത് താഴെയുള്ളത് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്നത് HT ആയിരിക്കില്ല, VT ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ബൈ വേർഡ്സ് തന്നെ നിങ്ങൾ പഠിക്കുക. ഫ്രണ്ട് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് സ്റ്റുഡന്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് വെർട്ടിക്കൽ ട്രേസും, ടോപ്പ് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് സ്റ്റുഡന്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഹൊറിസോണ്ടൽ ട്രേസ് ആണ് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? പറഞ്ഞ ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ഓക്കെ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഈ റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു പ്രശ്നം വരാനുണ്ട്. അതായത് ലൈൻ, ഇഫ് ദ ലൈൻ ഈസ് ലൈങ് ഇൻ മോർ ദാൻ വൺ ക്വാഡ്രന്റ്. ഓക്കെ, രണ്ട് ക്വാഡ്രന്റിലായിട്ട് നിൽക്കുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ചെയ്തിട്ടുണ്ട്. റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡിൽ അങ്ങനെ വന്നാൽ ചെയ്യുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതും ഇവിടെ ഞാൻ പറയാം. ഓക്കെ, ലിസൺ. Can you say the location of this line? ഇതിന്റെ ലൊക്കേഷൻ പറയാൻ പറ്റുമോ എങ്ങനെയുള്ളതെന്ന്? ഇതിപ്പോ രണ്ട് കോണിലായിട്ടാണ് ഈ ലൈൻ നിൽക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാവുക? ഒരു എൻഡ് പോയിന്റ് എ നോക്കുക. ഒരു എൻഡ് പോയിന്റ്, ദിസ് ഇസ് എൻഡ് പോയിന്റ് എയുടെ ഫ്രണ്ട് വ്യൂ ഇസ് എബോ എക്സ് ലൈൻ, ടോപ്പ് വ്യൂ ഇസ് ബിലോ എക്സ് ലൈൻ. ദാറ്റ് മീൻസ്
A is in the first quadrant. Okay, A is in the first quadrant. What about B? B യുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ രണ്ടും എബോ എക്സ് ലൈൻ ആണ്. അതിന്റെ മീനിങ് എന്താ? ഏത് ക്വാഡ്രന്റ് ഉണ്ടാവുക? ബി ഏത് ക്വാഡ്രന്റ് ഉണ്ടാവുക? സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സോ ഇങ്ങനെയുള്ള കേസിൽ ഇപ്പൊ ഇവിടെ ടോപ്പ് വ്യൂ എക്സ് ലൈനെ ക്രോസ് ചെയ്തിട്ട് വന്നു. ഓക്കെ, അപ്പൊ ടോപ്പ് വ്യൂ എക്സ് ലൈനെ ക്രോസ് ചെയ്തിട്ട് വന്നാൽ ഫ്രണ്ട് വ്യൂവിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ഫ്രണ്ട് വ്യൂവിന് പെർപെൻഡിക്കുലർസ് വരക്കണ്ടേ? അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ എന്താ ചെയ്യുക? എ ഡാഷ് എന്നുള്ള പെർപെൻഡിക്കുലർ ഏതാ ഡിസ്റ്റൻസ് എടുക്കുക? എ ഡാഷ് എന്ന് വരയ്ക്കുമ്പോൾ ഉള്ള പെർപെൻഡിക്കുലർ എ എന്ന് എക്സ് ലൈനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എടുക്കുക, അത് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കും. പിന്നെ ബി ഡാഷ് എന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഏതാ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്? ടോപ്പ് വ്യൂ ഓഫ് ബി, ബി എന്ന് എക്സ് ലൈനിലേക്ക് ഈ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പൊ ബി താഴെ വന്നാലും മുകളിൽ വന്നാലും എല്ലാം കണക്ക് തന്നെയാണ്. നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? ടോപ്പ് വ്യൂ എന്ന് എക്സ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. ഓക്കെ, ഫ്രണ്ട് വ്യൂ എന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന സമയത്ത് അതിന്റെ ടോപ്പ് വ്യൂ എക്സ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എ ഡാഷ് നമ്മൾ മാർക്ക് ചെയ്തു, പിന്നെ ബി ഡാഷ് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഈ ഡയറക്ഷനിൽ എടുക്കാൻ പാടില്ല. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ നേരത്തെ എ ഡാഷ് ഏത് ഡയറക്ഷൻ എടുത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ എടുക്കണം. പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ എ എന്ന് എക്സ് ലൈനിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എ ഡാഷിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്ക് എ കിട്ടി. സിമിലർലി ബി എന്ന് എക്സ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ബി ഡാഷിന് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് അത് ഞാൻ ഈ ഡാഷിൽ മാർക്ക് ചെയ്യാൻ പാടില്ല, തിരിച്ച് ഈ ഒരു ഡാഷിൽ എടുക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ബി കിട്ടി. അതായത് പെർപെൻഡിക്കുലർസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതർ വ്യൂവിന്റെ പൊസിഷൻ. ഏതെങ്കിലും ഒരു വ്യൂവിനെ നമ്മൾ പെർപെൻഡിക്കുലർസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതർ വ്യൂ എങ്ങനെയല്ലോ. അതായത് ഫ്രണ്ട് വ്യൂവിന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ടോപ്പ് വ്യൂവിന്റെ പൊസിഷൻ എങ്ങനെയല്ല നോക്കുക. ടോപ്പ് വ്യൂ ഈസ് നൗ ക്രോസിംഗ് ദ എക്സ് ലൈൻ. ടോപ്പ് വ്യൂ എക്സ് ലൈനെ ക്രോസ് ചെയ്താൽ വരുന്നെങ്കിൽ ഫ്രണ്ട് വ്യൂവിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഷുഡ് ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് ജോയിൻ ചെയ്യാം, എ ആൻഡ് ബി ജോയിൻ ചെയ്യാം. നൗ ദിസ് ലെങ്ത് വിൽ ബി ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തീറ്റ എവിടെ ഉണ്ടാവുക? ഫൈ എവിടെ ഉണ്ടാവുക? ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്യാം. നൗ ഇതിന് ട്രൂ ലെങ്ത് വരയ്ക്കുന്ന സമയത്ത് എ ബിക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് വ്യൂവിന്റെ പൊസിഷൻ. ഓക്കെ, ടോപ്പ് വ്യൂവിന് പെർപെൻഡിക്കുലർസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് വ്യൂവിന്റെ പൊസിഷൻ. ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് എക്സ് ലൈനെ ക്രോസ് ചെയ്തിട്ടില്ലല്ലോ. എ ഡാഷ് ബി ഡാഷ് എക്സ് ലൈനെ ക്രോസ് ചെയ്തിട്ടില്ലല്ലോ. അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ് ലൈനിന്റെ മുകളിലല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെർപെൻഡിക്കുലർസ് സെയിം ഡയറക്ഷനിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കുന്ന എപ്പോഴാണ്? ടോപ്പ് വ്യൂ എക്സ് ലൈനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഫ്രണ്ട് വ്യൂ എക്സ് ലൈനെ ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് കംപ്ലീറ്റ്ലി എബോ ഓർ ബിലോ എക്സ് ലൈൻ ആണെങ്കിൽ ടോപ്പ് വ്യൂവിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർസ് രണ്ടും സെയിം ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിന്റെ ലെങ്ത് എങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് എ എന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് ഏതായിരിക്കും? എ ഡയറക്ഷൻ എക്സ് ലൈനിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ മാർക്ക് ചെയ്യാം. സോ ക്യാപിറ്റൽ എ മാർക്ക് ചെയ്യും. സിമിലർലി ബി എന്ന് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് ഏതാ? അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം. ബി എന്ന് എടുക്കുമ്പോൾ ബി ഡാഷ് എന്ന് എക്സ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കേണ്ടത്, അല്ലാതെ ബി ഡാഷ് എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല. അതെല്ലാം പലർക്കും മിസ്റ്റേക്ക് വരുന്നതാണ്. ബി ഡാഷ് എന്ന് എക്സ് വൈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ബി എന്ന് മെഷർ ചെയ്യേണ്ടത്, അല്ലാതെ ബിയിലേക്കുള്ളതല്ല. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് സെയിം ഡയറക്ഷൻ തന്നെ മാർക്ക് ചെയ്യും. ഓക്കെ, സെയിം ഡയറക്ഷൻ എടുക്കാൻ കാരണം ഫ്രണ്ട് വ്യൂ സെയിം എബോ എക്സ് ലൈൻ ആയതുകൊണ്ടാണ്, കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്യാതെ വന്നുകൊണ്ടാണ്. സപ്പോസ് ഫ്രണ്ട് വ്യൂ ഇസ് ക്രോസിംഗ് ദ എക്സ് ലൈൻ, ഫ്രണ്ട് വ്യൂ എക്സ് ലൈനെ ക്രോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ വരച്ചതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, സോ ഹിയർ അതിന്റെ ആവശ്യമില്ല. നമുക്കിവിടെ ബി മാർക്ക് ചെയ്യാം. ജോയിൻ എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ അത് തീറ്റയും ഫൈ എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. തീറ്റ ഞാൻ ഓൾറെഡി പറഞ്ഞു, ടോപ്പ് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ടു ലൈൻ അടുക്കുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, ടോപ്പ് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ടു ലൈൻ അടുക്കുള്ള ആംഗിൾ ആയിട്ടാണ് തീറ്റ മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് വ്യൂവിനും കറസ്പോണ്ടിങ് ടു ലൈൻ അടുക്കുള്ള ആംഗിൾ ആയിട്ടാണ് ഫൈ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫൈ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിനും കറസ്പോണ്ടിങ് ടു ലൈൻ അടുക്കുള്ള ആംഗിൾ ആയിട്ടാണ് ഫൈ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫൈ ഞാൻ എവിടെ മാർക്ക് ചെയ്യും? ഇതായിരിക്കും ഫൈ. ഇതും ഇങ്ങനെ മാർക്ക് ചെയ്യാം. രണ്ട് സെയിം ആംഗിൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ല. ഇതായിരിക്കും ഫൈ.
ഓക്കെ, സംശയം പറയാനുള്ളതൊന്നുമില്ല. ആകെ നിങ്ങൾക്ക് ഈ രണ്ട് ലൈൻ അടക്കമുള്ള ആംഗിളല്ലേ മെഷർ ഉണ്ട്, അത് ഇങ്ങനെയല്ലേ മെഷർ ചെയ്യാൻ പറ്റും. പ്രൊട്രാക്ട് ഇവിടെ പ്ലേസ് ചെയ്യാം, ആംഗിൾ മെഷർ ചെയ്യാം. ഓക്കെ, ഈ ജോയിന്റ് പോയിന്റിൽ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യാം, ആംഗിൾ മെഷർ ചെയ്യാം. നൗ ട്രേസസ്, വാട്ട് അബൌട്ട് ദ ട്രേസസ്? എച്ച് ടി കാണാൻ വേണ്ടിയിട്ട് ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം, കറസ്പോണ്ടിങ് ടൂണിംഗ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഒറിജിനൽ ട്രേസ്. വെർട്ടിക്കൽ ട്രേസ് എങ്ങനെയായിരുന്നു? ഫ്രണ്ട് വ്യൂവും അതിന്റെ കറസ്പോണ്ടിങ് ടൂണിംഗ് ലൈനും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് വെർട്ടിക്കൽ ട്രേസ് കിട്ടുന്നത്. ബട്ട് ഇവിടെ നമ്മൾ ഇനി എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് ഡൈവേർജ് ചെയ്ത് പോവുകയുള്ളൂ അല്ലേ? എ ഡാഷും ബി ഡാഷും എ ബിയും ഡൈവേർജ് ചെയ്ത് പോവുകയുള്ളൂ. ബട്ട് ഇത് ഓൾറെഡി ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് പോയിന്റ് വിൽ ബി ദ വെർട്ടിക്കൽ ട്രേസ്. ഈ പോയിന്റ് തന്നെയായിരിക്കും വെർട്ടിക്കൽ ട്രേസ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ? അല്ല, ഒന്നുകൂടെ പറയണോ? ഞാനോ റെസ്പോൺസ് കാണാത്തത്? ഓക്കെ ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഓക്കെ, ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആകെ വേണ്ടു. എ ഡാഷ് ബി ഡാഷ് സപ്പോസ് ഇതുപോലെയല്ല എനിക്ക് എ ഡാഷ് ബി ഡാഷ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അബോവ് എക്സ്പ്ലെയിൻ ആൻഡ് എ ബി ഈസ് ലൈക്ക് ദിസ്. അതായത് ടോപ്പ് വ്യൂ എക്സ് ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രൂ ലെങ്ത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഫ്രണ്ട് വ്യൂവിന് പെർപെൻഡിക്കുലർസ് വരയ്ക്കുമ്പോൾ ടോപ്പ് വ്യൂവിന്റെ ഓറിയന്റേഷൻ ആണ് നോക്കേണ്ടത്. ടോപ്പ് വ്യൂ എക്സ് ലൈനെ ക്രോസ് ചെയ്യുന്നുണ്ടോ നോക്കാം. ടോപ്പ് വ്യൂ എക്സ് ലൈനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഷുഡ് ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഓക്കെ, അപ്പം എ ഡാഷിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതായിരിക്കും എടുക്കേണ്ടത്? ടോപ്പ് വ്യൂ ഓഫ് എ എന്ന് എക്സ് ലൈനിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ അത് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു ഡാഷിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അത് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ നിർബന്ധമില്ല, താഴേക്ക് എടുത്താലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇത് താഴേക്ക് എടുക്കുമ്പോൾ അടുത്ത ബി ഡാഷ് എടുക്കേണ്ടത് നേരെ മുകളിലേക്ക് എടുക്കേണ്ടി വരും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോ ഐ ഗോട്ട് പോയിന്റ്. നെക്സ്റ്റ് ബി ഡാഷ് എന്ന് പെർപെൻഡിക്കുലർ വരക്കേണ്ടത് ഈ വെർച്ചന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ഏതായിരിക്കണം? ഡി എന്ന് എക്സ് ലൈനിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും എടുക്കേണ്ടത്. ഓക്കെ, എ ബി. നൗ ജോയിൻ എ ആൻഡ് ബി ടു ഗെറ്റ് ദ ട്രൂ ലെങ്ത്. ഇനി ടോപ്പിന് പെർപെൻഡിക്കുലർസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് വ്യൂവിന്റെ പൊസിഷനാണ്. ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് എക്സ് ലൈനെ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? ഇല്ലല്ലോ. ക്രോസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എ ബിക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർസ് സെയിം ഡയറക്ഷൻ തന്നെ വരയ്ക്കാം. സെയിം ഡയറക്ഷൻ തന്നെ, നമുക്ക് രണ്ടും താഴേക്ക് അല്ലെങ്കിൽ രണ്ടും മുകളിലേക്ക്. പക്ഷെ ഇവിടെ മുകളിലേക്ക് വരച്ചാൽ എല്ലാം കൂടെ മിക്സ് ആവും, അതുകൊണ്ട് ഞാൻ താഴേക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എ ഡാഷ് എക്സ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഏന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് ഇവിടെ എ കിട്ടി, ക്യാപിറ്റൽ എ കിട്ടി. നെക്സ്റ്റ് ബിന്ന് മാർക്ക് ചെയ്യേണ്ട ഡിസ്റ്റൻസ് ഏതാ? ബിന്ന് ഏത് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്? ബി ഡാഷ് എന്ന് എക്സ് ലൈനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് കേട്ടോ. ബി ഡാഷ് എന്ന് എക്സ് ലൈനിലേക്ക് ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യും, കുറച്ചധികം ലെങ്ത്. സോ ബി മാർക്ക് ചെയ്യും. ജോയിൻ എ ആൻഡ് ബി ടു ഗെറ്റ് ദ ട്രൂ ലെങ്ത് ലൈൻ ഇൻ ദ ടോപ്പ് വ്യൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് തീറ്റയും ഫൈയും മാർക്ക് ചെയ്യുന്നതാണ്. അതും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. തീറ്റ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിനും കറസ്പോണ്ടിങ് ട്രൂ ലെങ്തിനും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യും. ഫൈ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫ്രണ്ട് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് ലൈൻ. സോ അതിനിടയ്ക്കുള്ള ആംഗിൾ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇവിടെ ഒന്നും കൊണ്ടുപോയി മാർക്ക് ചെയ്ത് വെക്കേ ഉള്ളൂ കേട്ടോ. ഈ രണ്ട് ലൈനിന് ഇടയ്ക്കുള്ള ആംഗിൾ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ പ്രൊട്രാക്ട് ഇവിടെ പ്ലേസ് ചെയ്താലേ മെഷർ ചെയ്യാൻ പറ്റും. സോ ദിസ് റെപ്രസെന്റ്സ് ഫൈ. ഇത് തന്നെയായിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് സെയിം ആംഗിളിനായിരിക്കും. ട്രേസ് നോക്കുക. ട്രേസ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞത് ടോപ്പ് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് ലൈനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറഞ്ഞു. സോ ദിസ് വിൽ ബി ഹൊറിസോണ്ടൽ ട്രേസ്. അത് നേരത്തെ പറഞ്ഞത് അത് തന്നെ. ഫ്രണ്ട് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് ലൈനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടിക്കൽ ട്രേസ്. ബട്ട് അങ്ങനെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്താൽ അതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുക ചെയ്യുക.
മീറ്റ് ചെയ്യില്ല, ബട്ട് ഇത് ഓൾറെഡി ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാതെ തന്നെ ഇവിടെ മീറ്റ് ചെയ്തുകൊണ്ട് ദിസ് പോയിന്റ് വിൽ ബി വെർട്ടിക്കൽ ഫേസ് ഓഫ് ദ ലൈൻ മീറ്റിംഗ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ആണോ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ, അതായത് ഫ്രണ്ട് വ്യൂ എക്സ് വൈനെ ക്രോസ് ചെയ്തിട്ട് ടോപ്പ് വ്യൂ കംപ്ലീറ്റ് എക്സ് വൈന് ബിലോ ആയിട്ട് വരുന്ന കേസ് നോക്കണം. അതായത് ഫ്രണ്ട് വ്യൂ ഇതുപോലെ വരും, എക്സ് വൈനെ ക്രോസ് ചെയ്ത്. ഓക്കെ, എ ഡാഷ് ബി ഡാഷ് എ ബി. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് പറയാം. ഇത് എങ്ങനെയാണ് അപ്പൊ ചെയ്യുന്നത്? ഫ്രണ്ട് വ്യൂ എക്സ് വൈനെ ക്രോസ് ചെയ്തിട്ടുണ്ട്, ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ബിലോ എക്സ് വൈൻ ആണ്. ഈ ക്വാർട്ടറിലൊക്കെ നമുക്ക് പിന്നെ ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല, ക്വാർട്ടറിൽ നമുക്ക് കോളം ചെയ്യുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയുള്ളതെന്നൊക്കെ. ഓക്കെ, ഇവിടെ നോക്കുക. ഫ്രണ്ട് വ്യൂ എക്സ് വൈനെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടോപ്പ് വ്യൂന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഷുഡ് ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ ഏന്ന് ഞാൻ ഈ ഒരു ഡാഷിലേക്ക് എടുക്കുന്നതെങ്കിൽ, അതായത് എ ഡാഷിൽ നിന്ന് എക്സ് വൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ഏന്ന് ഈ ഒരു ഡാഷിന് മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത് ഈ എടുത്തതിന് ഓപ്പോസിറ്റ് ഡാഷിലായിരിക്കണം. ഏതാ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്? ബി ഡാഷിൽ നിന്ന് എക്സ് വൈ ലൈനിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ്. സോ അത് ഈ ഒരു ഡാഷിലേക്ക് എടുക്കാം. ഓക്കെ, ജോയിൻ എ ആൻഡ് ബി, അതായിരിക്കും തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് വ്യൂവിനാണോ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് അത് വരയ്ക്കുമ്പോൾ അതിന്റെ അതർ വ്യൂ, ഇപ്പോൾ ടോപ്പ് വ്യൂവിന് വരയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂവിന്റെ പൊസിഷൻ നോക്കാം. ഫ്രണ്ട് വ്യൂ എക്സ് ലൈനെ ക്രോസ് ആയിട്ട് ആണെങ്കിൽ ടോപ്പ് വ്യൂവിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഷുഡ് ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നോ, ഫ്രണ്ട് വ്യൂവിന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ടോപ്പ് വ്യൂവിന്റെ പൊസിഷൻ നോക്കാം. ടോപ്പ് വ്യൂ എക്സ് ലൈനെ ക്രോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ സെയിം ഡയറക്ഷൻ തന്നെ വരയ്ക്കാം. സെയിം ഡയറക്ഷനിൽ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരയ്ക്കുകയാണ്. ഇപ്പം എ ഡയറക്ഷൻ വരയ്ക്കുന്ന ഡിസ്റ്റൻസ് ഏതാ? എ എന്ന് എക്സ് ലൈനിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഇങ്ങനെ മാറ്റേണ്ടത്. ആൻഡ് ബി ഡാഷിന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് സെയിം ഡയറക്ഷൻ തന്നെ എടുക്കുക. ഏതാ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്? ബി എന്ന് എക്സ് വൈ ലൈനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് കുറച്ചുകൂടെ വലിയ ഡിസ്റ്റൻസ് ആണ്. എക്സ് വൈ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ബി ഡാഷിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. Okay, now join A and B to get the true length. Now ഇവിടെയും theta and phi നോക്കുക. This will be phi, that is the angle between front view and corresponding two length line will be phi. Top view and corresponding two length line നടക്കുന്ന angle, this will be theta. Okay, top view and corresponding two length line നടക്കുന്ന angle theta ആയിരിക്കും. Trace നോക്കുക. Trace, vertical trace front view corresponding two length line extend ചെയ്താൽ vertical trace കിട്ടും. പിന്നെ ടോപ്പ് വ്യൂവും കറസ്പോണ്ടിങ് ടു എക്സ്റ്റെൻഡ് ചെയ്താലാണ് എച്ച് ടി കിട്ടുക. ബട്ട് ഹിയർ ഇത് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്യാതെ മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് പോയിന്റ് വിൽ ബി എച്ച് ടി. ഓക്കെ, ഇനി ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും രണ്ടും ക്രോസ് ചെയ്തിട്ടാ വരുന്നത് വിചാരിക്കാം. അങ്ങനെയും വരാം. അങ്ങനെയാണെങ്കിൽ രണ്ട് വ്യൂവിലും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. അതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിന്റെ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കാം. മനസ്സിലാവാത്തവർ ഒന്നുകൂടെ കണ്ട് ക്ലിയർ ആക്കുക കേട്ടോ, പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു.